ചില രാജ്യത്തിന്റെ പ്രകൃതം ജെനറ്റിക്സ് പോലെ തന്നെ അതേപോലെ തന്നെ സോഷ്യൽ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പീരിയൻസ് എക്സ്പെർട്ടിസം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ മൈൻഡിന്റെ വീക്ക്നെസ് കൂടാനും കുറയാനും ഒക്കെ സാധ്യത. ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത രൂപത്തിലാണ്. ഇപ്പൊ ഈ ചമ്പൽ കാടുകളിൽ താമസിച്ചിരുന്ന ചമ്പൽ റാണിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഝാൻസി റാണിയെ കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ അത് ജനറ്റിക്കലി ജനറ്റിക്കൽ വേരിയേഷൻസ് ഒന്നുമുള്ള പുരുഷനൊന്നുമല്ല, സ്ത്രീയാണല്ലോ. അപ്പം സ്- അതിനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ വ്യാഖ്യാനിക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും തൻ്റെ മനസ്സിന് ശക്തി നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ജനറലി നടക്കുന്നൊരു സംഭവം, ഒരു വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ കൂടാതിരിക്കാൻ, മനസ്സിന്റെ ശക്തി കൂടാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഇപ്പൊ വീട്ടിലുള്ള മെമ്പേഴ്സിനെ അടക്കി നിർത്തുമ്പോൾ മനസ്സിന്റെ ശക്തി ചോർന്നു പോകും. അപ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ റെസ്പോൺസിബിലിറ്റി മാനസിക ശക്തിയുള്ള ഒരാൾ ഒറ്റയ്ക്ക് മാത്രം നിക്ഷിപ്തമാവും. അപ്പോൾ ഒരാളിൽ മാത്രം മെന്റൽ എനർജി കേന്ദ്രീകരിച്ചു പോകുന്ന ഒരവസ്ഥ. ഞങ്ങളുടെ LP സ്കൂളിലെ കൂട്ടായ്മ, സതീർത്ഥ്യരുടെ കൂട്ടായ്മയെ കുറിച്ച് ഇങ്ങനെ സംസാരം നടക്കുന്നുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചിന്ത, ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികളെ മൊത്തം മാനസികാവസ്ഥ തകരാറിലാക്കുന്ന ക്രൂരനായ ഒരു മാഷ്, ഒരു പ്രിൻസിപ്പാള്, ഒരു ടീച്ചറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മെന്റൽ എനർജിയെ ബാധിക്കും. അതൊരു വലിയൊരു ചാലഞ്ചാണ് ശരിക്കും. സ്കൂളിൽ നിന്ന് പുറത്തേക്ക്, അതായത് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആ വഴിയിൽ നടന്നു പോകുമ്പോൾ എല്ലാം പ്രശ്നം തന്നെ. ഈ മാഷ് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടി വളരെ ക്രിയേറ്റീവായി പഠിക്കുകയോ വളരെ ഉല്ലാസത്തോടു കൂടി കാര്യങ്ങളെ കേൾക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മനസ്സിന് വളരെ വലിയ ഭീഷണിയാണ്, വളർച്ചയ്ക്ക് വലിയ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരാൾ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു കൗൺസിലർ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ട്, മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ഭാഗത്തൊരു കുട്ടിയെ കൊണ്ട് രക്ഷിതാവ് വന്നതിനെ കുറിച്ച് പറഞ്ഞു. കുട്ടിക്ക് എങ്ങനെയായിട്ടാലും സ്കൂളിലേക്ക് പോകാനില്ല, പക്ഷെ സ്കൂളിലെ പല പ്രധാന അധ്യാപകരെ കുറിച്ച് സംസാരിക്കാൻ പലരും ഞാൻ പല ഓപ്ഷൻസും കൊടുത്തു. ആ സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് ആ കുട്ടി ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിലും രക്ഷിതാക്കൾക്ക് ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് മാറ്റാൻ താല്പര്യമില്ല. ആകെ മൊത്തം കൗൺസിലേഴ്സ് പറയുന്നത് രക്ഷിതാക്കളും കേൾക്കുന്നില്ല. രക്ഷിതാക്കൾ കുട്ടിയോട് വാശി കാണിക്കുക, കുട്ടിക്കാണെങ്കിൽ ആ സ്കൂളിൽ പോകാനും താല്പര്യമില്ല. ആകെ മൊത്തം ഒരു ക്യാവോസ്, ഒരു കൺഫ്യൂഷൻ. ഇവിടെ കുട്ടി ഏതോ ഒരു ചെറിയ അവസ്ഥയിൽപ്പെട്ടിട്ട് മാനസിക എനർജി തകർന്നു പോയിരുന്നു. നല്ല കുട്ടിയാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ചെറിയ കുട്ടികളാണ് ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എല്ലാ ചിത്രങ്ങളും, എല്ലാ രൂപങ്ങളും അവരുടെ മനസ്സിൽ വലിയ രൂപങ്ങളായി നിലനിൽക്കും. അങ്ങനെ വലിയ രൂപങ്ങളായി പോലീസിന്റെ ഒരു വലിയ ചെറിയ സംഭവം, പോലീസിനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ജീവന്റെ പേര് പറഞ്ഞ് പഠിപ്പിച്ച് കുട്ടിയുടെ മനസ്സിന്റെ ശക്തിയെ ചോർത്തിക്കളയും രക്ഷിതാക്കൾ. ഒരുപക്ഷെ ഭക്ഷണം കഴിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ അച്ചടക്കം ഉണ്ടാക്കാനും വേണ്ടിയായിരിക്കും. അപ്പോൾ മനസ്സിന്റെ ശക്തിനെ ചോർത്തി കുട്ടിക്കാലം മുതലേ വളർത്തിയെടുത്താൽ സംഭവിക്കാൻ പോകുന്നത്, തൻ്റെ തലമുറ, വരാൻ പോകുന്ന തലമുറ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ തന്നെക്കാൾ ശക്തമായ ഒരു മാനസിക ശക്തിയുള്ള ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതാവും. എന്ന് വെച്ച് കുട്ടികൾക്ക് സമ്പൂർണ്ണ ഫ്രീഡം നൽകണം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം.
പക്ഷെ ധൈര്യം ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങോട്ട് പോരുത്, അവിടെ ഇരിക്കരുത്, അങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കാറ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ കൊണ്ട് കുട്ടിക്ക് അങ്ങോട്ട് കയറുന്നത് പ്രശ്നമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അടിയിട്ടും അല്ലെങ്കിൽ ചീത്ത പറയും. ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ശാസന വഴി കുട്ടി ക്രമീകരിക്കപ്പെടില്ല ചെയ്യുന്നത്. മറിച്ച് കുട്ടിക്ക് താല്പര്യമുള്ള, കുട്ടിക്ക് കയറി നോക്കാൻ പറ്റുമെന്ന് ഉറപ്പ്, വിശ്വാസം, ധൈര്യവും പൂർണ്ണ ബോധ്യമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോലും കുട്ടീനെ അത് ആളുകളുടെ മുമ്പിൽ ചെയ്യാൻ സമ്മതിക്കാതെ ഒറ്റയ്ക്ക് കുട്ടി ചെയ്യും. കുട്ടി ആ സമയത്ത് കുട്ടി വീണ്ടും കുട്ടിക്ക് പരിക്കേറ്റുകയും ചെയ്യും. അപ്പൊ കുട്ടികളെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, വീട്ടിലുള്ള സ്ത്രീകളെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിന്റെ ശക്തിയുള്ള ആളുകളുടെ എണ്ണം വീടുകളിൽ കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് കേരളത്തിലൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മനസ്സിന് ശക്തി കുറഞ്ഞ കുടുംബങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ, കുടുംബമാണെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും, ഒരു പല്ലി വന്നാൽ പോലും, ഒരു കൂറ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നാൽ പോലും അതിനെ തുരത്താൻ ആ വീട്ടിലെ ഏറ്റവും മനസ്സിന് ശക്തിയുള്ള ആൾ വരണം. ഇപ്പോൾ ഒരു വീട്ടിൽ ബെഡ്റൂമിൽ എല്ലാവരും കൂടി കൂടി അടച്ചിട്ടിരിക്കുക, അവിടെ മനസ്സിന് ശക്തിയുള്ള ആൾ പുറത്ത് അങ്ങാടി പോയത്. കാരണം ഒന്നുമില്ല, ഒരു കൂറയെ കണ്ടതിനാ. അപ്പോൾ മണിക്കൂറുകളോളം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രശ്നം തന്നെയല്ല. അപ്പോൾ ഈ രൂപത്തിൽ മനഃശക്തി ചോർത്തി കളയുന്ന രൂപത്തിൽ വളർത്തി സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിഭീകരന്മാരും അക്രമമുള്ളവരും പേടി ഉണ്ടാക്കാനും ഒന്നും നമ്മളെ ആവശ്യമില്ല. ആക്ച്വലി സമൂഹത്തിന് അങ്ങനത്തെ ഒരാളെ വലിയ താല്പര്യമില്ല. അവരോടൊന്നും വലിയ ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഉള്ളിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നിന്ന് ഈ ആളുകളൊക്കെ പുറത്തു പോകാൻ പറ്റാവുന്ന രൂപത്തിൽ നമ്മൾ തന്നെ മോശമായി അവതരിപ്പിച്ച് അവരുടെ മുഖത്തും മനസ്സിലൊക്കെ വളരെ ക്രൂരമായ ഒരു ചിത്രം എന്തിനുണ്ടാക്കി കൊടുത്ത് മറ്റുള്ള ആളുകളുടെ മാനസിക ശക്തി ചോർത്തണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, നമുക്ക് മനസ്സിന് ശക്തിയുണ്ട്, നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിന് ശക്തിയുണ്ട് എന്നതിനപ്പുറം നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിന് ശക്തി ചോർത്തിക്കളയരുതെന്ന് പറഞ്ഞു. അതൊരു ക്രൈമാണെന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കാതെ. അപ്പോൾ മനസ്സിന് ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഉള്ള ശക്തി ചോർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ബലൂണുകളിൽ പൊട്ടിക്കാൻ നടക്കുന്ന, സൂചിയുമായിട്ട് നടക്കുന്ന പരിപാടി നടത്തുന്നത്. അപ്പോൾ കഴിയുന്നതും നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മളുടെ സമീപനം, നമ്മളുടെ സാന്നിധ്യം ഒക്കെ മറ്റുള്ളവരുടെ മനസ്സിന് ശക്തി പകരുന്നതാണോ എന്നൊന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ഉല്ലാസമുള്ളവരും മെൻ്റൽ എനർജി കറക്റ്റായിരിക്കുന്നവരും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഹോർമോണുകൾ ബോഡിയിൽ പ്രസരിക്കുകയും വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് അവർ മാറുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിനുള്ള ഒരു ഡെവലപ്മെൻ്റൽ തിയറി പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കും. ഇന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ എനർജി വളരെ ഉഷാറായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? യു ആർ പാസിങ് എ പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് എനർജി. ഇന്ന ആൾ ഉണ്ടെങ്കിൽ പിന്നെ ആരെയും കാണില്ല, ആരെയും ശബ്ദമില്ല, ആരും മിണ്ടുന്നില്ല എങ്കിൽ അതിനർത്ഥം മാനസികമായി അവരെ ഒരു ജയിലിൽ, നമ്മൾ നേരത്തെ മെൻ്റൽ ജയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തരത്തിലൊരു മെൻ്റൽ ജയിലിൽ അവരെ നമ്മൾ എന്തോ ശബ്ദം കൊണ്ട്, ഏതോ വാക്കുകൊണ്ട്, ഏതോ നോട്ടം കൊണ്ട്, ഏതോ തരത്തിലുള്ള വികൃതമായ സാന്നിധ്യം കൊണ്ട് നമ്മൾ അവരെ തളച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മനസ്സിന് ശക്തി കൊടുക്കണം. വേദഗ്രന്ഥത്തിൽ ദൈവം ശിക്ഷകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പോലും സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞത്, ഭീകര വാർത്ത അറിയിക്കൂ, ദുഃഖ വാർത്ത അറിയിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു മാത്രം പോസിറ്റീവ് വേർഡ്സ് അത്ര ഇൻറ്റൻസീവായിട്ട് എത്രയും ഭീകരമാണ് എന്ന് തോന്നുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പോലും സന്തോഷ വാർത്ത അറിയിക്കൂ എന്നുള്ള പോസിറ്റീവ് വേർഡ് യൂസ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്ത ആളുകൾ അകറ്റുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് പകരം നല്ല പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. ഈ ഇഗ്നോറൻസ് ഈസ് അവർ എനിമി. അറിവില്ലായ്മയാണല്ലോ നമ്മുടെ ശത്രു. ആ അറിവില്ലായ്മ ഒന്ന് മാറ്റിയാൽ, ചില ആളുകൾക്ക് വളരെ പ്രൈഡായിട്ടൊക്കെ സംസാരിക്കുവരെ, ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ശബ്ദം ഉണ്ടാവും, എല്ലാം വളരെ ഉഷാർ. ഈ ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ഈ ശബ്ദമില്ലാത്ത പലതും നടക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ആ ആളുകളോട് ഇഷ്ടമായിട്ടുണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ഇതൊരു പ്രധാന വിഷയമാണ്. വീട്ടിലെ ആളുകൾ വന്നു, അതിഥികൾ വന്നു, കുട്ടികൾ വന്ന് അവരുടെ മുമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കി, അവരുടെ മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ അവരെ മാനസികമായി സോഷ്യലി അവരെ ഇൻസൾട്ട് ചെയ്തു, അസാൾട്ട് ചെയ്തു, അവരെ ഹരാസ് ചെയ്തു. ഈ ജീവിതത്തിലായാലും വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പുറത്തേക്കുള്ള വെള്ളം എടുത്ത് കൊടുക്കാൻ അവരെ കിട്ടൂല. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ചലഞ്ച് വളരെ പോസിറ്റീവായ എനർജറ്റിക് ആയിട്ട് അവരെയും കൂടി കൂടെ കൂട്ടി അവരെ അതിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുന്നിടത്ത് ആണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ ചേഞ്ച് 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 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞ് ഫോക്കസ് ഫോക്കസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഭീകരനെ മാറ്റാനൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ചേഞ്ച് 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 എന്ന് പറഞ്ഞ് കേട്ടതിനൊന്നും വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ആവട്ടെ, മാറാൻ കഴിയുമല്ലോ നമുക്കെല്ലാവർക്കും. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് മാറാം. Wishing you all the very best. Have a great day and God bless. Thank you so much. I love you all. Thank you, sir. Thank you so much. Thank you, sir. Thank you. Okay, thank you, sir. Thank you.